ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 2025 ജനുവരി മാസത്തിലാണ്. ആകെയുള്ളത് 70 നിയോജക മണ്ഡലങ്ങളാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 7 ലോക്സഭാ സീറ്റിൽ 7 BJP തൂത്തുവാരുകയാണ് ചെയ്തത്. 2014-ലും 19-ലും 24-ലും BJP ലോക്സഭാ സീറ്റുകൾ മുഴുവനായി തൂത്തുവാരുകയാണ് ചെയ്തത്. കോൺഗ്രസിനെ നശിപ്പിക്കാൻ കോൺഗ്രസിനെതിരെ മാത്രം പ്രചരണം നടത്തിയാണ് ആം ആദ്മി പാർട്ടി അവരുടെ കരിയർ ഗ്രാഫ് തുടങ്ങിയത് തന്നെ. മുൻ ഡൽഹി മുഖ്യമന്ത്രിയായ ഷീല ദീക്ഷിതിനെ അഴിമതിക്കാരി എന്ന രീതിയിൽ അവരെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചതും അവർ പ്രദാനം ചെയ്യുന്ന ന്യൂഡൽഹി കണ്ടോൺമെൻറ്റ് മണ്ഡലത്തിൽ അവർക്കെതിരെ വലിയ തോതിൽ വിദ്വേഷം പരത്തിക്കൊണ്ട് കെജ്രിവാൾ മത്സരിക്കുകയും അട്ടിമറി ജയം നേടുകയും ചെയ്തു. അതിനുശേഷം കോൺഗ്രസിനെതിരെ നിരന്തരം ആം ആദ്മി പാർട്ടി തുറന്ന പോരാട്ടത്തിലേക്ക് തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ അഴിമതി കേസുമായി ബന്ധപ്പെട്ട്, അതായത് മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഒടുവിൽ അകത്തായപ്പോൾ മാത്രമാണ് കോൺഗ്രസിൻ്റെ സഹായം തേടിയത്. കോൺഗ്രസിൻ്റെ നേതാവും പ്രമുഖ അഭിഭാഷകനുമായ അഭിഷേക് മനു സിംഗ്വിയാണ് കെജ്രിവാളിന് വേണ്ടി വാദിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ കെജ്രിവാൾ ജാമ്യത്തിലാണ്. അദ്ദേഹം തിഹാർ ജയിലിൽ കിടന്നു എന്നുള്ളത് അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിലാണ്. ഡൽഹി ജനതയുടെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം ഇപ്പോൾ ജീവിതം കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ അതിശി മാർലേനെ മുഖ്യമന്ത്രിയാക്കിയത് വഴി ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ മുങ്ങിത്താണിരിക്കുന്നുവെന്ന് പാർട്ടിയുടെ നിരവധി നേതാക്കൾ പറഞ്ഞിരിക്കുകയാണ്. പല ആം ആദ്മി നേതാക്കളും കൃത്യമായി BJPയുമായി രഹസ്യധാരണ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. അതിനാൽ തന്നെ BJPയിലേക്ക് പോകാൻ പലരും പൂർണ്ണമായും സമ്മതിച്ചതോടുകൂടി നിലവിൽ നിരവധി നേതാക്കൾ, ഡൽഹിയിലെ ഒരു മന്ത്രി അടക്കം നിരവധി പേർ പോയിരിക്കുകയാണ്. കൈലാഷ് ഗെഹ്ലോട്ട് അടക്കം നിരവധി പേർ അത്തരത്തിൽ ആം ആദ്മി പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ടാണ് BJP നേതൃത്വവുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നത്. BJP കൃത്യമായി അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി ഉണ്ടാകും അവിടെയൊക്കെ കോൺഗ്രസിനെ തകർക്കുക, കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം ഇടിക്കുക, കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ വല്ലാതെ കുറയ്ക്കുക, ഇതൊക്കെയാണ് അവരുടെ സ്ട്രാറ്റജി. ഗോവയിലും ഗുജറാത്തിലുമൊക്കെ ആം ആദ്മി പാർട്ടി നിരന്തരം ഇത് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഡൽഹിയിൽ ഇനി ആം ആദ്മി പാർട്ടിയുമായി ഒരു സഖ്യത്തിൻ്റെ ആവശ്യകത ഇല്ല എന്ന് കൃത്യമായി തന്നെ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞിരിക്കുകയാണ്. ഐക്യകണ്ഠേനയാണ് ഈ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ വഞ്ചന രാഷ്ട്രീയത്തോട് ഇനി ഒരു രീതിയിലും സന്ധി ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ രാഷ്ട്രീയത്തെ എങ്ങനെ സപ്പോർട്ട് ചെയ്താലും അത് ആത്യന്തികമായി ബാധിക്കുന്ന കോൺഗ്രസിനെ തന്നെയാണ് എന്ന തിരിച്ചറിവ് അവരിലേക്ക് ഉണ്ടായിരിക്കുകയാണ്.